പ്രിയമുള്ള എൻ്റെ എല്ലാ ചങ്കുകൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെട്ടികുളങ്ങര അമ്പലത്തിലേക്ക് പോകാനുള്ള യാത്രാ മധ്യയിലാണ്. ഭയങ്കര തിരക്കാണ്. കാരണം ചെട്ടികുളങ്ങര കുംഭഭരണിയാണ്. ഞങ്ങൾ ഓണാട്ടുകരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി. അപ്പോൾ നമുക്ക് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലേക്ക് ഒരുമിച്ചൊരു യാത്ര പോയാലോ? അങ്ങനെ നല്ല തിരക്ക്, റോഡിലെ നല്ല തിരക്കൊക്കെ ഒരുമാതിരി മറികടന്ന് ക്ഷേത്രത്തിലെത്തിയപ്പോഴാണെങ്കിലോ ഭയങ്കര ജനസാഗരം എന്ന് പറയാം. കാരണം വെച്ചാൽ ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രം തന്നെയാണ് ചെട്ടികുളങ്ങര ക്ഷേത്രം. അവിടുത്തെ കുംഭഭരണി മഹോത്സവവും കുതിരകൾ ഇതാ കളിക്കണ്ടത്തിൽ ഓരോന്നോരോന്ന് വന്ന് നിരന്ന് തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ രാത്രിയിലെ ഉള്ള ഒരു കാഴ്ചയാണ് ഇവിടുത്തെ പ്രത്യേകത. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് കണ്ടോ? ഈ ഒരു കാഴ്ച കണ്ടോ? എൻ്റെ പൊന്നോ, അതിഗംഭീരമായ ഒരു ദൃശ്യ വിരുന്നാണ്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ മുന്നിലെ കളിക്കണ്ടത്തിൽ ഈ കുതിരകൾ ഇങ്ങനെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് തലയെഴുപ്പോടുകൂടി ഒരു അസാധ്യ കാഴ്ച തന്നെയാണ്. ഓണാട്ടുകരയുടെ ദേശമാതാവായ ചെട്ടികുളങ്ങര അമ്മയുടെ 13 കരയിൽ നിന്നുമുള്ള കെട്ടുരുപ്പടികൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങും ഒരു രോമാഞ്ചവും പിന്നെ അതിലുപരി ഒരു ദൃശ്യ വിസ്മയവും. ചെട്ടികുളങ്ങര തമ്പുരാട്ടിയുടെ ഇഷ്ട വഴിപാടായ കുതിര തേര് കെട്ടുകാഴ്ചയാണ് ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കളിക്കണ്ടത്തിൽ വന്നിട്ടുണ്ട്. 2 വലിയ തേര്, 2 അല്ല 3 വലിയ തേര് കളിക്കണ്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. ഓരോ കരകളുടെയും ക്രമപ്രകാരമേ ഈ കളിക്കണ്ടത്തിൽ ഓരോ കെട്ടുരുപ്പടികൾ ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് എത്രയൊക്കെ വൈകിയാലും ഓരോ ക്രമനമ്പറുണ്ട്. ആ ക്രമനമ്പരത്തിൽ വന്ന് ഇറങ്ങിയെങ്കിലേ മറ്റതിൻ്റെ പുറകിലുള്ളവർ ഇറങ്ങത്തുള്ളൂ. അങ്ങനൊരു കീഴ്വഴക്കമാണ് ക്ഷേത്രത്തിൽ പണ്ട് മുതലേ നടന്നു വരുന്നത്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ആകെയുള്ള 13 കര. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കര എന്ന് പറയുന്നത് ഈരേഴ തെക്ക്, രണ്ടാമത്തെ കര ഈരേഴ വടക്ക്, മൂന്നാമത്തെ കൈത തെക്ക് കരയും, 4ാമത്തെ കൈത വടക്ക് കരയും, 5ാമത്തത് കണ്ണമംഗലം തെക്ക് കരയും, 6ാമത്തെ കണ്ണമംഗലം വടക്ക് കരയും, 7ാമത്തെ പേളാക്കര, 8ാമത്തെ കടുവൂര്, 9ാമത്തെ ആഞ്ഞിലിപ്ര കരയാണ്, 10ാമത്തെ മറ്റം വടക്ക്, 11 മറ്റം തെക്ക്, 12 മേനാമ്പള്ളി, 13 നടക്കാവ്. ഇങ്ങനെ 13 കരകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അതിൽ മറ്റം സൗത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ ഹനുമാനെ ആണ്. ഹനുമാൻ. മറ്റം വടക്കുനിന്ന് വരുന്ന ഭീമസേനൻ. പിന്നെ കടവൂരിൽ നിന്ന് വരുന്നത് തേരാണ്, തേര്. പിന്നെ കണ്ണമംഗലം നോർത്തിൽ നിന്ന് വരുന്നത് തേരാണ്. ബാക്കിയുള്ള കരകൾ കുതിരകളുള്ളത്. ആകാശം മുട്ടുമാറും നല്ല പ്രൗഢഗംഭീരമായ കുതിരകളുള്ളത്. ചെട്ടികുളങ്ങര കുംഭഭരണി എന്ന് പറയുമ്പോൾ ഓണാട്ടുകരയുടെ മാത്രമല്ല, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ എല്ലാം കൂടെ ഉള്ള ഉത്സവമാണ്. അതായത് തെക്കൻ കേരളത്തിൽ നിന്നല്ല, പിന്നെ മലയാളികൾ എവിടേക്കോ ഈ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തുണ്ടോ അത്രത്തോളം പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ക്ഷേത്രം. അതുകൊണ്ട് തന്നെ കുംഭഭരണി നാളിൽ ഇവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ ദുഷ്കരമായ കാരണമാണ്. അത്രയ്ക്ക് നല്ല തിരക്കാണ് ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികളിൽ. 2 വീലറിൽ വരുന്നവർക്ക് പിന്നെ അത്യാവശ്യം പിന്നെ ക്ഷേത്രത്തിൻ്റെ കുറച്ചടുത്ത വരാം. പക്ഷേ 4 വീലറിലൊക്കെ വരുന്നവരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഈ കുംഭഭരണി ദിവസം. ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തെയും ചെട്ടികുളങ്ങര ദേവിയെയും സംബന്ധിച്ചിടത്തോളം ഈ കുതിര എഴുന്നള്ളിപ്പ് മാത്രമല്ല, ഇവിടുത്തെ കുത്തിയോട്ടവും ചൂടും പാട്ടും വഴിപാടും അതൊരു പ്രത്യേകം തരം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിപാടാണ് കുത്തിയോട്ടവും ചൂടും പാട്ടും. പിന്നെ ഈ ദേശത്തെ ഈ കുംഭഭരണിയോടനുബന്ധിച്ച് ഓരോ വീട്ടിലും കൊഞ്ചും മാങ്ങയും വെക്കുന്നത് അതും ഒരു ഐതിഹ്യമാണ്. പണ്ട് ഒരു നാളിൽ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു പ്രായം ചെന്ന അമ്മുമ്മ കൊഞ്ചും മാങ്ങയും ചേർത്തുള്ള കറി ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ചെട്ടികുളങ്ങര അമ്മയുടെ ഇഷ്ട വഴിപാടായ കുത്തിയോട്ടം ചുവടും കടന്നുപോയി. അപ്പം ആ അമ്മ ഈ കൊഞ്ചും മാങ്ങയും അടുപ്പത്ത് അതേപോലെ വെച്ചിട്ട് ഓടി ഈ കുത്തിയോട്ടം കാണാനായിട്ട് വഴിയരികിൽ പോയി നിന്നു. ഈ കുത്തിയോട്ടവും പാട്ടിൽ ലയിച്ച് അമ്മ അവിടെ നിന്നു സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ കുത്തിയോട്ടം കടന്നു പോയി കഴിഞ്ഞ് അമ്മ മനസ്സുകൊണ്ട് അയ്യോ എൻ്റെ കൊഞ്ചും മാങ്ങി, എൻ്റെ ദേവി എൻ്റെ കൊഞ്ചും മാങ്ങയും കാത്തുകൊള്ളണേ എന്ന് മനസ്സിൽ പറഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അമ്മ കണ്ട്
കണ്ടത് അടുക്കളയിൽ കൊഞ്ചും മാങ്ങയും പാകമായിരുന്ന് ആരോ വാങ്ങി വെച്ചിരുന്നു. അതിൽ ആവി പറക്കുന്ന കൊഞ്ചും മാങ്ങയും കറിയുമാണ് കണ്ടത്. അന്നേരം അവിടെ നിന്ന് അമ്മ ചെട്ടികുളങ്ങര അമ്മയെ ഓർത്തു വിളിച്ചു. എൻ്റെ ഭഗവതി, എൻ്റെ കൊഞ്ചും മാങ്ങ അമ്മ കാത്തു രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു ഐതിഹ്യ കഥയിലൂടെയാണ് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൻ്റെ ദേശത്ത് ഈ കുംഭഭരണിയോടനുബന്ധിച്ച് ഓരോ വീടുകളിലും കൊഞ്ചും മാങ്ങയും പാകം ചെയ്യുന്നത്. കുംഭമാസത്തിലെ ഈ ഭരണി നാളിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നു ഇതേ ഐതിഹ്യ കഥകളൊക്കെ പാടി ഭക്തജനങ്ങൾ പാടി കൈകൊട്ടി പാടും. അത് കണ്ടു നിൽക്കാനും ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലും ഈ കുതിരകളുടെ മുന്നിലും വന്ന് ഭക്തജനങ്ങൾ ഈ ഐതിഹ്യ കഥകൾ പാടി കൈകൊട്ടി പാടുന്നത് കാണാൻ ഒരു പ്രത്യേക താള മികവോടുകൂടി പാടുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. നല്ല തിരക്കാണ് ക്ഷേത്രത്തിന് മുന്നിൽ. ഈ ക്ഷേത്രത്തിൽ രാവിലെ അതായത് ഭരണി ദിവസം രാത്രി വൈകി വെളുത്ത് പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും അമ്മ എഴുന്നള്ളുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങോടുകൂടിയാണ് കുംഭഭരണിയുടെ ഉത്സവം അവസാനിക്കുന്നത്. പിറ്റേന്ന് രാവിലെ അമ്മ കൊടുങ്ങല്ലൂർ ദേശത്തേക്ക് പോവുക എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം കഥ. അതായത് ചെട്ടികുളങ്ങര അമ്മ കൊടുങ്ങല്ലൂരിലേക്ക് ഇവിടുത്തെ ചെട്ടികുളങ്ങര ഭരണി കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുന്നള്ളത്ത് കഴിഞ്ഞ് ചെട്ടികുളങ്ങര അമ്മ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്നൊരു ഐതിഹ്യവും കൂടിയുണ്ട്. കച്ചവടം അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ കച്ചവടക്കാർ ഒരുപാടുണ്ട്. ചുറ്റും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണ ക്ഷേത്രങ്ങളിൽ രാത്രി ഒരു 10 മണി 11 മണിയാകുമ്പം ഉത്സവങ്ങൾ ഏകദേശം അവസാനിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രാത്രിയിലാണ് ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. പിറ്റേ ദിവസം വെളുപ്പിനെയുള്ള അമ്മയുടെ എഴുന്നള്ളിപ്പ് കാണാൻ വേണ്ടി ജനങ്ങൾ രാത്രിയിലാണ് ഒഴുകി വരുന്നത്. അതുപോലെ ഈ മറ്റുള്ള കുതിരകളുടെ മുന്നിൽ നിന്നും ഇതുപോലെ വാദ്യമേളങ്ങൾ, ചെറിയ ചെറിയ രീതിയിലുള്ള വാദ്യമേളങ്ങളേ ഉള്ളൂ. മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ വലിയ ചെണ്ടയോ അല്ലെങ്കിൽ തമ്പോലമോ ഫ്ലോട്ടോ അങ്ങനെയുള്ള യാതൊരുവിധ ആഘോഷ പരിപാടികളും ഇവിടെ ഇല്ല. ഇവിടെ തനതായ രീതിയിലുള്ള വാദ്യ ഉപകരണങ്ങൾ വെച്ചുള്ള വാദ്യമേളങ്ങൾ മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഈ 13 കരയിൽ നിന്നുമുള്ള കെട്ടുരുപ്പടികൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കളിക്കണ്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് രാവിലെ അമ്മ ദർശനം നൽകാൻ ക്ഷേത്രത്തിൽ നിന്നും ഈ കെട്ടുരുപ്പടികളിലേക്ക് എഴുന്നള്ളിക്കുന്നുണ്ട്. അത് കാണാനാണ് ഇത്രയും ജനസാഗരം. ഇത് മറ്റം വടക്ക് കരയുടെ ഹനുമാൻ. അതുപോലെ ഭീമസേനനുണ്ട് അതിൻ്റെ തൊട്ടുപുറകിലായിട്ട്. പാഞ്ചാലി. ഇത് മൂന്നുമാണ് വ്യത്യസ്തമായുള്ളത്. ബാക്കി കുതിരകളും തേരുകളുമാണുള്ളത്. എല്ലാവരും ഒരേ മനസ്സോടെ കുതിരയെ വടത്തിൽ വലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വ്രതശുദ്ധിയോടുകൂടി കുതിരയെ വലിച്ചു അമ്മയുടെ തിരുമുറ്റത്തെ കളിക്കണ്ടത്തിൽ എത്തിക്കുക എന്നത് ഓരോ കരയിലെ ഓരോ ഭക്തജനത്തിൻ്റെയും ആഗ്രഹമാണ്. ഇതിൽ പങ്കെടുക്കുവാനായിട്ട് വർഷം തോറും വിദേശത്ത് നിന്നുള്ള ആൾക്കാർ ഈ ദേശത്തുള്ളവർ ലീവ് എടുത്ത് തന്നെ വരാറുണ്ട്. കാരണം അത്രയ്ക്ക് ഭക്തി നിർഭരമായ ഒരു ചടങ്ങും ഒരു ഉത്സവമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി ഓണാട്ടുകരക്കാർക്ക്. കാർഷിക വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം കൂടിയാണ് ഓണാട്ടുകരക്കാർക്ക് ഈ ചെട്ടികുളങ്ങര കുംഭഭരണി എന്ന് പറയുന്നത്. ഓണാട്ടുകരയുടെ ഹൃദയഭൂമി തന്നെയാണ് ചെട്ടികുളങ്ങര ഈ ദേശം. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ കുത്തൊഴുക്കും ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഓരോ കുതിരയും ഓരോ രീതിയിലുള്ള ദൃശ്യ മികവോടുകൂടിയാണ് അവർ അണിയിച്ചൊരുക്കുന്നത്. ഇതൊരു തേരാണ്. ഇത് തേരിനെയാണ് കളിക്കണ്ടത്തിലൂടെ ക്രമപ്രകാരമായിട്ട് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത്. തേരിനെ ഭക്തി നിർഭരമായ ഒരേ തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് കരക്കാർ കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഈ കളിക്കണ്ടത്തിലോട്ട് കൊണ്ടുവരുന്നത്. അടുത്ത ക്രമത്തിലുള്ളത് കൊണ്ടുവരും. എല്ലാ കെട്ടുരുപ്പടികളും ക്ഷേത്രത്തിന് മുന്നിലെ കളിക്കണ്ടത്തിൽ നിരന്ന് കഴിയുമ്പോഴാണ് ക്ഷേത്രത്തിൽ നിന്നും അമ്മ എഴുന്നള്ളുന്നത്. ഇത് ഈരേഴ തെക്ക് കരയുടെ കുതിരയാണ്. അതിലെ പാവക്കൂത്താണത്. ഈരേഴ തെക്ക്, അതായത് ക്ഷേത്രത്തിലെ 1-ാം നമ്പർ കരയാണ് ഈരേഴ തെക്ക് കര. ആ ഈരേഴ തെക്ക് കരയിലെ കുതിരയാണ് ഈ കാണുന്നത്. ദൃശ്യവികമോടുകൂടി ഈരേഴ തെക്കുകാരെ അണിയിച്ചൊരുക്കുന്ന കുതിര. അതാണ്ട് അമ്മ എഴുന്നള്ളുകയാണ്. എല്ലാ കുതിരയും ക്ഷേത്രത്തിൽ, എല്ലാ കെട്ടുരുപ്പുകളും ക്ഷേത്രത്തിൻ്റെ മുന്നിലെ കളിക്കണ്ടത്തിൽ നിരന്ന് കഴിഞ്ഞപ്പോൾ അമ്മ ദർശനം നൽകാനും
ഇതാ പിന്നെ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളുന്ന കാഴ്ചയാണിത്. ഈ കാഴ്ച കാണാനാണ് ഭക്തജനങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്, ഇത്രയും തിരക്ക് പിന്നെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ചടങ്ങോടുകൂടി പിന്നെ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവം അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ഇറ്റ്സ് അർജുൻ.